പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലിഫ്റ്റിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ലിഫ്റ്റ് അഥവാ എലിവേറ്റർ എന്ന് പറയും. അഡ്വാൻസ് റിലേറ്റീവ് ആക്സിന്റെ രണ്ടാമത്തെ ലെക്ചർ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എലിവേറ്റർ ഈസ് അസെൻഡിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ. ഒരു എലിവേറ്റർ ഉണ്ട്, അതൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എയിൽ അസെൻഡ് ചെയ്യാണ്, അതായത് മേലോട്ട് പോവാണ്. A man inside the elevator drops a particle from a height of h meter relative to the floor of the elevator. ഒരു മനുഷ്യനുണ്ട്, അയാൾ ഈ എലിവേറ്ററിന്റെ ഉള്ളിലാണുള്ളത്. അയാൾ ഒരു പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ ഉള്ളത്, ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾ ഉള്ളത് ഈ എലിവേറ്ററിന്റെ ഫ്ലോറിൽ നിന്നും h മീറ്റർ മേലാണ്. അതാണ് ഞാനിവിടെ h എഴുതിയത്. ക്ലിയർ ആണ്? Determine the time it takes for the particle to reach the elevator's floor. എത്ര സമയത്തേക്കാണ് ഈ പാർട്ടിക്കിൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്? അപ്പോൾ നമുക്ക് പല വിധം ചെയ്യാം. ഒന്നാമത്തെ വിധം ഗ്രൗണ്ട് ഫ്രെയിമാണ്, രണ്ടാമത്തെ വിധം റിലേറ്റീവ് ഫ്രെയിമാണ്. രണ്ട് വിധമാണുള്ളത്. സോ നമുക്ക് ഇതാദ്യം ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യാം. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഫ്രെയിം ഓഫ് റെഫറൻസ് ഗ്രൗണ്ടിൽ കൊണ്ടുവയ്ക്കണം. സോ ഇവിടെ ആണ് ഗ്രൗണ്ട് ഉള്ളതെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ഫ്രെയിം വെച്ച്, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒബ്സർവർ ആയിട്ടുള്ള നമ്മളുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒറിജിൻ 0 ഉണ്ട്. ഈ ഹൈറ്റ്, ഈ പൊസിഷൻ ഏതായിരിക്കും? ഈ പൊസിഷൻ ഏതായിരിക്കും? ഈ ലെങ്ത് h. അപ്പോൾ ഈ പൊസിഷൻ h ആയിരിക്കും. ഓക്കെ, ഇതെപ്പോഴാണ്? 0 സെക്കൻഡിലാണ് ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി പറയാൻ പറ്റുമോ? അപ്പോൾ ചില ആൾക്കാർ പറയും, സാർ ഇത് ഡ്രോപ്പാണ് ചെയ്തത്, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആണ്. അത് ഈ ലിഫ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാണ്. ലിഫ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാണ് ഇത് ഡ്രോപ്പ് ചെയ്തായിട്ട് കാണപ്പെടാം. എന്താ സാർ അതിൻ്റെ കാരണം പറഞ്ഞതാണ്. പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്യപ്പെട്ടായിട്ട് തോന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നിന്നും ഒരു പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ആ ഒബ്ജക്റ്റിന്റെ ആ സമയത്തുള്ള വെലോസിറ്റി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ലിഫ്റ്റിന്റെ 0 സെക്കൻഡിലുള്ള വെലോസിറ്റി ഞാൻ u മീറ്റർ പെർ സെക്കൻഡ് ആണ് വിചാരിക്കാം. ലിഫ്റ്റ് റെസ്റ്റിൽ നിന്നല്ലല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ ലിഫ്റ്റ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ലിഫ്റ്റിന്റെ ഒരു വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. ഈ u നമ്മൾ പറയാണ്, ഈ u നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ലിഫ്റ്റ് u മീറ്റർ പെർ സെക്കൻഡ് പോവാണ്. ആ സമയത്താണ് നമ്മൾ ഈ പാർട്ടിക്കിളിനെ ലിഫ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് എ പാർട്ടിക്കിൾ ഇസ് റിലീസ്ഡ് ഫ്രം എ മൂവിംഗ് ഒബ്ജക്ട്, ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. സോ ഈ ഇൻസ്റ്റന്റിൽ, റിലീസ് ചെയ്യുന്ന സമയത്തുള്ള ഇൻസ്റ്റന്റിൽ ഈ ലിഫ്റ്റിന്റെ വെലോസിറ്റി u ആണെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്തായിരിക്കും? u മേലോട്ടായിരിക്കും. ഓക്കെ, സോ ഈ ഗ്രൗണ്ട് നിൽക്കുന്ന ആൾക്ക് കാണുന്ന എന്താണ്? ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മേലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ മേലോട്ട് പോയിട്ട് അതെന്ത് ചെയ്യും? ഇങ്ങനെ നേരെ മേലോട്ട് പോയിട്ട് ഇങ്ങനെ 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 പോയി താഴത്ത് വന്നിട്ട് ലിഫ്റ്റ് വന്ന് തട്ടും. ഇവിടെയാണ് തട്ട? ഇല്ല. എന്താ കാരണം? ഈ ലിഫ്റ്റും അതേപോലെ മേലോട്ട് പോകുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കാം? ഞാനിവിടെ ചിത്രം വരയ്ക്കാം. ഇത് തട്ടുന്ന സമയത്ത് ഉള്ള ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഇവിടെയാണ് മനുഷ്യനുള്ളത്. ഇവിടുന്ന് പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ മേലോട്ട് പോയി അതിനുശേഷം നേരെ വന്ന് ഇവിടെ വന്ന് തട്ടി. ഇത് എത്ര സമയത്താണ്? ഇത് t സെക്കൻഡിലാണ് ഇങ്ങനെ. ഇത് 0 സെക്കൻഡിൽ, t സെക്കൻഡിൽ ഇവിടെ വന്ന് തട്ടി. ഓക്കെ, സോ t സെക്കൻഡിൽ ലിഫ്റ്റ് മേലോട്ട് പോയിട്ടുണ്ട്. സോ ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയും. ഈ പൊസിഷൻ എന്തായിരിക്കും? ഇത് വേണ്ട. ഈ പൊസിഷൻ എന്തായിരിക്കും? ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? ഇതൊക്കെ ഇവിടെ നിന്നും ഇങ്ങോട്ടൊക്കെയല്ലേ ലിഫ്റ്റ് മുമ്പോട്ട് പോയത്. സോ ഈ പൊസിഷൻ എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് ലിഫ്റ്റ് ആണ്. ഡെൽറ്റ എക്സ് എൽ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലിഫ്റ്റ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ എന്താ നമുക്ക് പറയാൻ പറ്റാം? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ഇവിടെയാണ് പാർട്ടിക്കിൾ ആദ്യം ഉണ്ടായത്, ഇവിടെയാണ്
പാർട്ടിക്കിൾ അവസാനം ഉണ്ടായത്. സോ എക്സ് ഫൈനൽ എന്ന് പറയുന്നത് ആരാണ്? ഡെൽറ്റ എക്സ് എൽ ആണ്. എക്സ് ഇനീഷ്യൽ ഇവിടെയാണുള്ളത്, അല്ല, എക്സ് ഇനീഷ്യൽ എവിടെയാണുള്ളത്? ഇവിടെയാണ്. എക്സ് ഇനീഷ്യൽ എത്രയാണ്? എച്ച് ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. സോ ഇതിൽ നിന്നും എക്സ് ഫൈനൽ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ഡെൽറ്റ എക്സ് എൽ ആണ്. ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്? ഇത് ഇവിടെയാണ്. ഇനീഷ്യൽ പൊസിഷൻ ഈസ് എച്ച്. സോ ഡെൽറ്റ എക്സ് എൽ മൈനസ് എച്ച് എന്നാണ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിളിന് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അതെന്താ ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. സോ ഇവിടെ യു ടി പ്ലസ് ഹാഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടേക്കാണ്, അതുകൊണ്ട് മൈനസ് ജി ടി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. സോ ഇതെന്താവും? യു ടി മൈനസ് ജി ടി സ്ക്വയർഡ് ബൈ 2 വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലിഫ്റ്റ്. ലിഫ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ലിഫ്റ്റിന്റെ ഈ സമയം 0 സെക്കൻഡിലുള്ള സമയത്ത് ലിഫ്റ്റിന്റെ വെലോസിറ്റി യു ആണ്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും യു ടി പ്ലസ് ഹാഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എത്രയാണ്? എ ആണ്. സോ ഹാഫ് എ ടി സ്ക്വയർഡ് മൈനസ് എച്ച് എന്ന് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, സാർ ഇവിടെ എന്താണ് ജി എ ആയത്, ഇവിടെ എ ആയത്? ഇത് നോക്ക്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ. നമ്മൾ ഈ പാർട്ടിക്കിൾ മേലോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിന്റെ മേലെ ആകെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതാണ് ഞാനിവിടെ ജി നീക്കുന്നത്. സാർ അപ്പൊ ഇവിടെ എന്താണ്? ഈ ലിഫ്റ്റിന്റെ മേലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഇവിടെ എന്താണ് എ മാത്രം കൺസിഡർ ചെയ്യുന്നത്, ജി എന്താ കൺസിഡർ ചെയ്യാത്തത്? ഇവർ തന്ന ഈ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ അസെൻഡിങ് എന്ന് പറയുന്നത് ജീനെ ക്യാൻസൽ ചെയ്തിട്ടുള്ള അവസാനത്തെ വാല്യൂ തന്നിട്ട് അവർ ഓൾറെഡി അത് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടാണ് അവർ വാല്യൂ തരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജി ഒക്കെ അവർ കൺസിഡർ ചെയ്ത് അതിനുശേഷം അവർ തന്ന വാല്യൂ ആണ് ആ എ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന സംശയമാണ്. ഓക്കെ, സോ നമുക്കിവിടെ യു ടി പോയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടൈമാണ് കാണേണ്ടത്. സോ നമ്മൾ ടൈം കാണാൻ വേണ്ടിയിട്ട് ഈ മൈനസ് ജി ടി സ്ക്വയർ ബൈ 2 അങ്ങോട്ട് എടുക്കാം, എച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പം എന്താ വരാം? എ ടി സ്ക്വയർ ബൈ 2 പ്ലസ് ജി ടി സ്ക്വയർ ബൈ 2 ഈക്വൽസ് എച്ച്. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. സോ അതിൽ നിന്നും നമുക്കിവിടെ എ പ്ലസ് ജി ഇൻറ്റു ടി സ്ക്വയർഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിൽ ടി കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതാം. ഇവിടെ ടി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി പ്ലസ് എ എന്ന് വരും. നോക്കൂ, ഈ എ പ്ലസ് ജി അല്ലെങ്കിൽ ജി പ്ലസ് എ അങ്ങോട്ടേക്ക് പോയി 2 മേലോട്ട് പോയി ഇതിനെ റൂട്ട്. സോ ഇങ്ങനെ നമുക്ക് എത്ര ടൈം എടുത്തിട്ടാണ് ഈ പാർട്ടിക്കിൾ താഴത്ത് വന്നിരിക്കുക എന്നുള്ള കാര്യം ഗ്രൗണ്ട് ഫ്രെയിമിൽ കാണാൻ പറ്റും. ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിം എന്നാണ് ചെയ്തത്. സോ നിങ്ങളിത് മനസ്സിലാക്കണം. സോ ഇതിൽ പ്രധാന ഐഡിയാസ് ഇതാണ്. നമ്മൾ പാർട്ടിക്കിൾ റിലീസ് ചെയ്യുമ്പോൾ, ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നിന്ന് പാർട്ടിക്കിൾ റിലീസ് ചെയ്യുമ്പോൾ എന്താണോ ആ ഒബ്ജക്റ്റ് വെലോസിറ്റി അതാണ് ഈ പാർട്ടിക്കിൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ യു വന്നത്. പിന്നെ നമ്മളെ സംഭവം സിമ്പിളായി നോക്ക്, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇതാ ചെയ്യുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് യു ടി പ്ലസ് ഹാഫ് മൈനസ് ജി ടി സ്ക്വയർ ബൈ 2 ആയിരിക്കും. ഹാഫ് മൈനസ് ജി ടി സ്ക്വയർ ആയിരിക്കും. അത് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എഴുതാൻ പറ്റും. ഇവിടെ എക്സ് ഫൈനൽ ഉള്ളത് നമുക്ക് ഈ ഫ്രെയിം നോക്കിയിട്ട് കാണാൻ പറ്റും. എക്സ് ഇനീഷ്യൽ എന്നുള്ള കാര്യം കാണാൻ പറ്റും. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് കിട്ടും. നമുക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് ഗ്രൗണ്ട് ഫ്രെയിം മെത്തേഡാണ്. ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ലിഫ്റ്റ് ഫ്രെയിമാണ്. സോ ലിഫ്റ്റ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിൽക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ പൂച്ചനെ എന്താക്കണം? പൂച്ചക്കുട്ടീനെ ലിഫ്റ്റിലേക്ക് പറഞ്ഞയക്കണം. ലിഫ്റ്റിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ ലിഫ്റ്റ് ആക്സിലേറ്റ് ചെയ്യാണ് എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ച അതേ ഇമ്പോർട്ടൻ്റ് കാര്യം, ഒരു ഒബ്ജക്റ്റിൽ നിന്നും പാർട്ടികൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആ ഒബ്ജക്റ്റിൻ്റെ ആ സമയത്തുള്ള വെലോസിറ്റിയാണ്. സോ ഈ ലിഫ്റ്റിൻ്റെ വെലോസിറ്റി യു മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ വിചാരിക്കുക. ഈ പാർട്ടിക്കിൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിൻ്റെ വെലോസിറ്റി യു മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ പറയും ഇതിൻ്റെ വെലോസിറ്റി യു മീറ്റർ, ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി മേലോട്ട് യു ഉണ്ടെന്ന് പറയും. ഓക്കെ, ഗ്രൗണ്ടിലുള്ള ആൾ യു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഗ്രൗണ്ടിലുള്ള ആൾ എന്താ പറയുക, ഈ ഗ്രൗണ്ടിലുള്ള ആൾ പറയും ഈ പാർട്ടിക്കിളിൻ്റെ മേലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ മേലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടുണ്ടെന്ന് പറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൗണ്ടിലുള്ള ആൾ പറയും. എന്നിട്ട് ഈ ഗ്രൗണ്ടിലുള്ള ആള് ഈ പൂച്ചനെ വിളിച്ചിട്ട് പറയും ഇതിൻ്റെ ഉള്ളിൽ കയറിക്കോ എന്ന് പറയും. എന്നിട്ട് ഈ ഗ്രൗണ്ടിലുള്ള ആള് പൂച്ചനെ വിളിക്കും. എന്നിട്ട് പൂച്ച ചോദിക്കും മിയാവ് മിയാവ് ഇവിടെ എന്താണ് ഈ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ എ മേലോട്ടാണ്. അപ്പോൾ എ മേലോട്ടാണെങ്കിൽ ഈ പൂച്ച എന്താക്കും, എ റിവേഴ്സ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിളിന് കൊടുക്കും. അപ്പം ഈ പാർട്ടിക്കിളിന് എ റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു. മനസ്സിലാവാത്ത ശ്രദ്ധിക്കുക. ഞാൻ ഏതായത്തൊക്കെ എഴുത് റിലേറ്റീവ് ടു ദ ഫ്രെയിം, ലിഫ്റ്റ് ഫ്രെയിം, ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ലിഫ്റ്റ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ മൈനസ് ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ്. സോ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, അതായത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ഈ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ അതെന്താണ്, താഴോട്ടേക്ക് ജി, അതുകൊണ്ട് മൈനസ് ജി, മൈനസ് ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ്. ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്താണ്, മേലോട്ട് എ. സോ ഇവിടെ എ എന്നുണ്ടാവും. അതായത് ഇവിടെ എന്താ ഉള്ളത്, മൈനസ് ജി പ്ലസ് എ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ജി പ്ലസ് എ ഡൗൺവാർഡ്സ്, ജി പ്ലസ് എ ഡൗൺവാർഡ്സ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, എ താഴോട്ട് ജി താഴോട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ പറഞ്ഞാൽ മതി, ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്യുക, ഇയാൾക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ പൂച്ച ചോദിക്കും ആളോട് മിയാവ് മിയാവ് എന്താണ് ഈ ലിഫ്റ്റിന്റെ വെലോസിറ്റി. അപ്പോൾ ഈ ആൾ പറഞ്ഞു കൊടുക്കും ലിഫ്റ്റിന്റെ വെലോസിറ്റി യു മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പം ഇയാൾ എന്താ ചെയ്യാം, കിട്ടി യു മീറ്റർ പെർ സെക്കൻഡ് മേലോട്ടല്ലേ, അത് റിവേഴ്സ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിൾ കൊടുക്കും. അപ്പോൾ റിവേഴ്സ് ചെയ്ത് പാർട്ടിക്കിൾ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് യു താഴോട്ടുണ്ടാവും, യു താഴോട്ട്. അപ്പോൾ യു മേലോട്ടും ഉണ്ട്, യു താഴോട്ടും ഉണ്ട്. അപ്പം ഈ യു എന്തായി ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ലിഫ്റ്റ് എന്താവും, 0. ഇനി അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ നോക്കി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ലിഫ്റ്റ്. അതെന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ലിഫ്റ്റ്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, യു ആണ് അല്ലേ, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ലിഫ്റ്റ്. ഈ ലിഫ്റ്റിന്റെ ആ സമയത്തുള്ള റിലീസ് ചെയ്ത സമയത്ത് ലിഫ്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്, യു മൈനസ് യു 0. ഇനി ഇങ്ങനെയും ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ലിഫ്റ്റിൽ നിന്നും ഇയാൾ ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അതായത് ലിഫ്റ്റിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത പോലെ തോന്നും. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താവും, 0 ആവും. ആ 0 എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ലിഫ്റ്റ് ആണ്. ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്ത പോലെ തോന്നും. ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ വന്നാണ് കാണാം. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ UPL-ഉം കിട്ടി, APL-ഉം കിട്ടി. ഇനി നമുക്ക് സിമ്പിളായി ചെയ്യാം. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിപ്പം നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഒരു h ഹൈറ്റിൽ നിന്നും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യപ്പെടാണ്, UPL = 0. സോ ഈ ലിഫ്റ്റ് ഫ്രെയിമിൽ നോക്കുമ്പോൾ ലിഫ്റ്റ് എന്തായി, റെസ്റ്റിലായി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത് ആ ഫ്രെയിം, ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാവും. സോ ഇവിടെ ലിഫ്റ്റ് ഫ്രെയിം നോക്കുമ്പോൾ ഈ ലിഫ്റ്റ് റെസ്റ്റിലായി. അപ്പോൾ ഈ ലിഫ്റ്റ് റെസ്റ്റിലായിട്ട് ഈ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, നേരെ താഴത്തേക്ക് വീഴാണ്. ഓക്കെ, സോ അതാണ് ഈ പൂച്ച കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള പൂച്ചയും ഇതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യനും കാണുന്നത് നേരെ പാർട്ടിക്കിൾ താഴത്തെത്തിക്കുന്നു. പുറത്തുള്ള ആൾക്ക് കാണുന്നത് ഇങ്ങനെ വന്നു. ഓക്കെ, സോ ഇനി സിമ്പിളായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h/g ആണ്. സോ ഇവിടെ √2 × h ഡിവൈഡ് ബൈ g. ആ g എന്താ ശരിക്കും, ആ g എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ ആക്സിലറേഷൻ എത്താറുള്ളത് g+a ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ g+a എന്ന് എഴുതും. ഇത് ഫാസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമാണെങ്കിൽ Δx = ut + at²/2. ഇവിടെ u 0 ആണ്. സോ Δx =
ഞാൻ ഇവിടെ എഴുതാം. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2. ഇവിടെ പി എൽ, ഇവിടെ പി എൽ ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ റിലേറ്റഡ് ടു ലിഫ്റ്റ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിവിടെ താഴത്തെ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ എച്ച്, ഇതിവിടെ 0, ഇവിടെ ജി പ്ലസ് എ താഴോട്ട് പോസിറ്റീവാക്കി എടുത്ത് എന്നിട്ട് ടി സ്ക്വയർ ബൈ 2. സെയിം ഇക്വേഷൻ √2h/g+a എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഞാനിത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നും ലിഫ്റ്റ് ഫ്രെയിമിൽ നിന്നും പഠിപ്പിക്കാനുള്ള കാരണം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫാസ്റ്റായി ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പൂച്ചനായിലേക്ക് പറഞ്ഞയച്ചിട്ട് ചെയ്താൽ മതി. ആദ്യം ഗ്രൗണ്ടിൽ നോക്കാം, എന്നിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം പൂച്ചനെ പറഞ്ഞേക്കാം. എന്നിട്ട് പൂച്ചനോട് ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറയാം. ഏത്, ഈ ലിഫ്റ്റിൻ്റെ ഏതാണ് വെലോസിറ്റി, ലിഫ്റ്റിൻ്റെ ഏതാണ് ആക്സിലറേഷൻ, അതൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് പാർട്ടിക്കിളിന് കൊടുക്കാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ. ഒരു ലിഫ്റ്റ് ഉണ്ട്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എയിൽ അത് മേലോട്ട് പോവാണ്. എ പേഴ്സൺ ഇൻസൈഡ് ദ ലിഫ്റ്റ് ത്രോസ് ദ ബോൾ അപ്വാർഡ് വിത്ത് എ വെലോസിറ്റി യു റിലേറ്റീവ് ടു ലിഫ്റ്റ്. ശ്രദ്ധിക്കുക, യു റിലേറ്റീവ് ടു ലിഫ്റ്റ്. സോ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അയാൾ ഒരു ബോള് മേലോട്ട് എറിയാണ്. ആ മേലോട്ട് എറിയാണ് ആ വെലോസിറ്റി യു റിലേറ്റീവ് ടു ലിഫ്റ്റ് എറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇത് മായ്ക്കാണ്. കാരണം ഞാനിപ്പോൾ ഇവർ ഈ യു എന്ന് പറയുന്നത് ഏത് ഫ്രെയിമിൽ നിന്നാണ്, റിലേറ്റീവ് ടു ലിഫ്റ്റ്, അതായത് പൂച്ചക്കുട്ടി കാണുന്ന വെലോസിറ്റിയാണ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആള് നോക്കാന്ന് വിചാരിക്കാം. ഈ മനുഷ്യനെ, ഈ ലിഫ്റ്റ് ഒരു ചില്ലോണ്ടുണ്ടാക്കിയ ലിഫ്റ്റാന്ന് വിചാരിച്ചോ. ചില്ലോണ്ടുണ്ടാക്കിയ ലിഫ്റ്റ് ആകുമ്പോൾ മനുഷ്യന് കാണാൻ പറ്റുമല്ലോ. അപ്പം ഇയാൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയോ? ഇല്ല, ഇയാൾക്ക് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയില്ല. അയാൾക്ക് അറിയില്ല, കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് ടു ലിഫ്റ്റ് ഇതിന്റെ വെലോസിറ്റി യു മേലോട്ടാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇയാൾക്ക് ഈ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ അറിയാം. എന്താണ് ആക്സിലറേഷൻ? മേലോട്ട് എ മേലോട്ട്. ഈ പാർട്ടിക്കിളിന്റെ മേലെ എന്തുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടുണ്ട്. സോ നമുക്ക് ജി താഴോട്ടുണ്ടെന്നും പറയാൻ പറ്റും. ഇതാണ് ഈ ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആള് ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആള് പൂച്ചനെ പറഞ്ഞേക്കും ലിഫ്റ്റിന്റെ ഉള്ളിൽ. എന്നിട്ട് എന്താണോ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, അല്ലേ, എന്താണോ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഇയാൾ കാണുന്നത്, അത് റിവേഴ്സ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുക്കുന്നവർ. പക്ഷെ അത് ഓൾറെഡി ഇയാൾക്ക് അറിയാം എന്ത് യു ആണ്. ഇയാൾക്ക് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താണെന്ന് അറിയില്ല. ഓക്കെ, പക്ഷെ ഈ പൂച്ചക്കുട്ടിക്ക് ഓൾറെഡി യു ആണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഈ വെലോസിറ്റിന്റെ പ്രശ്നം ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ജി താഴോട്ടൊക്കെ ഉണ്ട് എന്ന് പൂച്ചക്കുട്ടിക്ക് അറിയാം. കാരണം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴോട്ടൊക്കെ ഉണ്ട്. ഈ മനുഷ്യൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും, ഈ പൂച്ചക്കുട്ടി നിൽക്കുന്ന ഈ ഫ്രെയിമിന്റെ ആക്സിലറേഷൻ എ മേലോട്ടുണ്ട് കേട്ടോ എന്ന് പൂച്ചക്കുട്ടിനെ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ആ പൂച്ചക്കുട്ടി പറയും, ഓ അങ്ങനെ മേലോട്ടുണ്ട് അല്ലേ, അപ്പൊ എ മേലോട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിളിന് കൊടുക്കും. അപ്പോൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എ ഇങ്ങനെ താഴോട്ടേക്ക് കൊണ്ടു. ഓക്കെ, ഇനി അത് മനസ്സിലാവാത്ത ആൾക്കാർ ക്വസ്റ്റ്യനിൽ യു പി എൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ലിഫ്റ്റ് യു തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ലിഫ്റ്റ് അത് എത്രയാണുള്ളത്? ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ മൈനസ് ആക്സിലറേഷൻ ഓഫ് ലിഫ്റ്റ്. ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ അതെന്താണ്? ജി താഴോട്ട്, അതുകൊണ്ട് ഇവിടെ മൈനസ് ജി. മൈനസ് ആക്സിലറേഷൻ ഓഫ് ലിഫ്റ്റ് അതെങ്ങോട്ടേക്കാണ്? എ മേലോട്ട്, അതുകൊണ്ട് ഇങ്ങനെ മൈനസ് എ എന്നുണ്ടാവും. അതായത് മൈനസ് ഓഫ് ജി പ്ലസ് എ, അതായത് ജി പ്ലസ് എ ഡൗൺവേർഡ്സ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഇനി ഇത് രണ്ട് വിധത്തിൽ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ഒന്നാമത്തെ വിധം, അസ്യൂമിങ് മാൻ ക്യാച്ചസ് ബോൾ. മാന് ബോളിനെ ക്യാച്ച് ചെയ്യും എന്ന് അസ്യൂം ചെയ്യണം. അയാളിങ്ങനെ ഇതാക്കി കൈ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ബോൾ നേരെ മേലോട്ട് പോയി നേരെ താഴോട്ടേക്ക് വന്ന് ഇടിച്ച്. അങ്ങനെ താഴോട്ട് വന്ന് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഇവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, അതോടെ ഡെൽറ്റ എക്സ് 0 ആണ്.
യു എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്, ടി ആക്സലറേഷൻ എന്ന് പറയുന്നത് g+a ആക്കി എടുക്കും. എന്നിട്ട് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മേലോട്ടേക്ക് യു വെലോസിറ്റിയിൽ എറിഞ്ഞ് അതിങ്ങനെ താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u/g ആണ്. ഈ g ആക്സലറേഷൻ താഴോട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ ആക്സലറേഷൻ എന്താ ഉള്ളത്, g+a ആണ്. അപ്പം നമുക്ക് എന്ത് പറഞ്ഞാൽ ഇവിടെ g+a എന്ന് പറഞ്ഞാൽ ക്ലിയർ. ഇത് മാൻ അസ്യൂം ചെയ്യാണ് മാൻ ബോളിനെ ക്യാച്ച് ചെയ്യുന്നത്. ഇനി ഇഫ് മാൻ ഡസൻ ക്യാച്ച് ബോൾ, മാന് ബോളിനെ ക്യാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ, ബോളിനെ മാൻ ക്യാച്ച് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് എന്താ സംഭവിക്കുക, ബോൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോയി ഈ ലിഫ്റ്റിന്റെ താഴത്ത് വന്ന് തട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവും, ഇങ്ങനെ തട്ടി. ഓക്കെ, സോ ഇങ്ങനെ തട്ടുമ്പോൾ ഇവിടെ യു വെലോസിറ്റി g+a താഴോട്ട്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ എന്താ വരാം, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോൾ മേലെ എറിയുകയാണെങ്കിൽ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെർട്ടിക്കൽ സ്പീഡ് u² പ്ലസ് 2gh ഡിവൈഡ് ബൈ g അല്ലേ. ഇവിടെ എന്താവും, 2gh പകരം എന്താവും 2 × g+a ഇൻറ്റു h ഡിവൈഡ് ബൈ g+a എന്ന് എഴുതേണ്ടി വരും. പക്ഷേ നമുക്ക് ഈ h എന്ന് പറഞ്ഞ കാര്യം തന്നിട്ടുണ്ടോ, തന്നിട്ടില്ല. ഈ h എന്ന് പറഞ്ഞ ആളെ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ ഹൈറ്റ് നിന്നാണ് എറിഞ്ഞത് എന്ന് അവർ തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആള് ഉദ്ദേശിച്ചത് മാൻ ബോളിനെ ക്യാച്ച് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ h തന്നിട്ടില്ല. അപ്പോൾ h തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ കഴിയില്ല, ഇതാണ് ഉത്തരമായിട്ട് വരാമെന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടാൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഉത്തരം, 2u/g+a ആണ് ഉത്തരം. നമുക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്യണമെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് അറിയാൻ പറ്റണം അല്ലേ. അത് നമുക്ക് അറിയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് റിലേറ്റീവ് ഫ്രെയിമിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പൂച്ചക്കുട്ടിനെ പറഞ്ഞയച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഈ ബി സബ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ റിലേറ്റീവ് ടു ലിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് വെട്ടാം. റിലേറ്റീവ് ടു ഹാൻഡ് എന്ന് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഇതാ നേരത്തെ വരച്ച അതേ ചിത്രം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ റിലേറ്റീവ് ടു ഹാൻഡിൽ നിന്നും എത്ര മാക്സിമം ഹൈറ്റ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു ബോൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് h എന്താണ് u²/2g ആണ്. ഇത് ഇങ്ങനെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർക്ക് എന്ത് എടുക്കാം, ഇവിടെ v = 0 എടുക്കാം, ഇവിടെ മുതലുള്ള ഹൈറ്റ് h എടുക്കാം, v² - u² 2a Δx അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും അല്ലേ. അപ്പം ഇവിടെ യു എന്നാണ്, ജിക്ക് പകരം ആരാണ്ടാവാം, g+a വരും. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് u²/2 × g+a എന്നായിരിക്കും ഉണ്ടാകും. സോ ലിഫ്റ്റിൽ ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അസൈൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഫ്രം ഗ്രൗണ്ട് ഫ്രെയിം. ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്താണ്, ആ പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ എന്താണ് എന്നുള്ള കാര്യം അസൈൻ ചെയ്യാം. ഓക്കെ, രണ്ടാമതായിട്ട് ഒരു പൂച്ചനെ പറഞ്ഞേക്കാം. എന്നിട്ട് പൂച്ചനോട് അതിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷൻ എത്ര എന്നുള്ള കാര്യം വരയ്ക്കാൻ പറയാം. പൂച്ച കാണും g ഉണ്ട് താഴോട്ട് അല്ലേ, അത് മാത്രം പൂച്ച നോക്കും. പിന്നെ അതിനുശേഷം നമ്മൾ എന്താക്കും, ഇതിൻ്റെ ആക്സലറേഷൻ ഈ പൂച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പൂച്ച അതിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പാർട്ടിക്കിളിൻ്റെ മേലെ കൊടുക്കും. അതാണ് ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്തത്, പൂച്ച എന്ത് അസൈൻ ചെയ്യും, UPL-ഉം APL-ഉം അസൈൻ ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫിഗർ ഔട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഡിസ്ക്രൈബ്സ് അവർ കേസ്. എന്നിട്ട് മൂന്നാമത്തെ കേസ് നിങ്ങൾ എന്താ നോക്കേണ്ടത്, ഇതിൽ ഏത് കേസാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണ് UPL പോസിറ്റീവായിട്ട് കിട്ടുകയാണ്, അതായത് പാർട്ടികൾ മേലോട്ട് എറിയാന്ന് അർത്ഥം. അങ്ങനെ മേലോട്ട് എറിയുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് വീഴും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഇക്വേഷൻ ഇതായിരിക്കും. ഇത് കാണാപ്പണം പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാർട്ടികൾ മേലോട്ട് എറിയുകയാണെങ്കിൽ
അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെർട്ടിക്കൽ സ്പീഡ് ഡിവൈഡ് ബൈ ജി. ഇവിടെ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് UPL ആണ്. പിന്നെ ഇവിടെ ജിക്ക് പകരം ആരുണ്ടാവാം? ആക്സലേഷൻ ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ലിഫ്റ്റ്, താഴോട്ടുള്ള APL ഉണ്ടാവും. ജിക്ക് പകരം APL ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് യുവിന് പകരം എന്തായിരിക്കും? UPL ആയിരിക്കും. എക്ക് പകരം എന്തായിരിക്കും? APL ആയിരിക്കും. ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ സെയിം. പിന്നെ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ചോദിക്കാം. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H പ്ലസ് ഈ ലെങ്ത് എത്രയാണ്? U²/2G. അത് നമ്മുടെ കേസിൽ വരുന്ന സമയത്ത് UPL സ്ക്വയർ. യുവിന് പകരം UPL, ജിക്ക് പകരം APL. സോ ഇവിടെ 2APL എന്നാവും. രണ്ടാമതായിട്ട് സിറ്റുവേഷൻ നെഗറ്റീവാണ്, UPL നെഗറ്റീവായിട്ട് കിട്ടാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ താഴോട്ട് അറിയുന്ന കേസ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ അറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. യുക്ക് പകരം UPL, ജിക്ക് പകരം APL, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ UPL 0 കിട്ടിയെന്ന് വിചാരിക്കാം. UPL 0 കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുന്ന അർത്ഥം. ക്വസ്റ്റ്യനിൽ നേരെ പറയുകയാണ് ഒരു മാൻ ഡ്രോപ്ഡ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാലും UPL 0 എന്ന അർത്ഥം. ഓക്കെ, സോ ആ കേസിൽ T=√2h/APL വരും. ഇനി ലാസ്റ്റ് ചോദിക്കാവുന്നത്, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഉണ്ട്, അത് നേരെ ഫ്ലോറിന് പ്രൊജക്റ്റ് ചെയ്ത് അതിങ്ങനെ വന്ന് വീണെന്ന് പറയും. ആ കേസിൽ നിങ്ങൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? 2u/g എടുക്കും സാധാരണ. അതിന് പകരം 2UPL/APL. ഇവിടെ ഹൈറ്റ് എന്തായിരിക്കും? UPL²/2APL. ഇത് പക്ഷേ ഒരു ബുള്ളറ്റ് പ്രൂഫ് മെത്തേഡ് അല്ല. ഈ സംഭവം എഴുതിയിട്ട് നിങ്ങളൊരു ലൈൻ വിടണം. ആ ഒരു ലൈൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ അടുത്ത ക്വസ്റ്റിന് ശേഷം മനസ്സിലാക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ റിട്ടാർഡേഷൻ ഓഫ് എ ലിഫ്റ്റ് മൂവിങ് അപ്പ് ഈസ് 2 m/s². സോ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് മേലോട്ടേക്കാണ് പോകുന്നത്. അതിൻ്റെ റിട്ടാർഡേഷൻ 2 m/s² ആണ്. സോ ഇതിങ്ങനെ മേലോട്ട് പോവുകയാണെങ്കിൽ റിട്ടാർഡേഷൻ 2 m/s² താഴോട്ടേക്കായിരിക്കും. കാരണം റിട്ടാർഡേഷൻ ഡെക്സിലറേഷൻ എന്നൊക്കെ പറയുമ്പോൾ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് റിട്ടാർഡേഷൻ ഡെക്സിലറേഷൻ സ്പീഡ് കുറയ്ക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ഇവിടെ റിട്ടാർഡേഷൻ 2 m/s² എന്ന് പറയുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ താഴോട്ടേക്ക് 2 m/s², വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. When the velocity of lift is 1 m/s, a particle attached to the ceiling of lift starts falling. ഇതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇപ്പോൾ വെലോസിറ്റി 1 m/s ആവുന്ന സമയത്ത് ഇതിങ്ങനെ ലിഫ്റ്റ് മേലോട്ട് പോവാണ്. ഒരു സമയം 1 m/s ആവും. ആ സമയത്ത് ഇവിടെ ഉള്ളൊരു പാർട്ടിക്കിൾ ഡിറ്റാച്ച് ചെയ്തിട്ട് ഫാൾ ചെയ്യാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ ഫ്ലോർ ടു സീലിംഗ് ഡിസ്റ്റൻസ് ഓഫ് ലിഫ്റ്റ് ഈസ് 4 m. ഈ ഡിസ്റ്റൻസ് 4 m ആണ്. ടേക്ക് G = 10 m/s². ഫൈൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഒരു പുറത്തുള്ള ആൾ ഇങ്ങനെ നോക്കുന്നു പറയും. പുറത്തുള്ള ആൾ നോക്കുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ മേലെ G താഴോട്ടൊക്കെ ഉണ്ട്. കാരണം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ലിഫ്റ്റിന് യാതൊരു ആക്സിലറേഷനും ഈ പാർട്ടിക്കിളിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ഈ പാർട്ടിക്കിളിൻ്റെ മേലുള്ള ഫോഴ്സ് കൊടുക്കുന്നത് എർത്താണ്. ആ ആക്സിലറേഷനാണ് G. ഓക്കെ, പിന്നെ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്താ കാണാം? ഈ പാർട്ടിക്കിളിൻ്റെ ലിഫ്റ്റിൻ്റെ വെലോസിറ്റി എന്താണോ ആ സമയത്ത് ആ വെലോസിറ്റിയാണ് ഈ പാർട്ടിക്കിൾ ഉണ്ടാവുക. അപ്പോൾ പാർട്ടിക്കിൾ ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലിഫ്റ്റിൻ്റെ വെലോസിറ്റി 1 m/s ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ പറയും ഇതിൻ്റെ വെലോസിറ്റി 1 m/s മേലോട്ടാണ് എന്ന് ഇയാൾ പറയും. ഓക്കെ, ഇനി നമ്മൾ എന്താക്കും? ഒരു കുരങ്ങിനെയോ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെയോ ഇതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു. ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി. എന്നിട്ട് പൂച്ചക്കുട്ടിനെ പറയും എങ്ങനെയാണ് ഉള്ളത്? G താഴോട്ടുണ്ട്. ഇയാൾ പറഞ്ഞ പോലെ 1 m/s മേലോട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൂച്ചക്കുട്ടിനെ പറഞ്ഞേക്കും. പൂച്ചക്കുട്ടിനെ പറഞ്ഞു വെച്ചിട്ട് ഈ മനുഷ്യൻ ഈ ലിഫ്റ്റിൻ്റെ വെലോസിറ്റിയും ലിഫ്റ്റിൻ്റെ ആക്സിലറേഷനും റിവേഴ്സ് ചെയ്ത് നമ്മുടെ പാർട്ടിക്കിളിന് കൊടുക്കാൻ പറയും. അപ്പോൾ ലിഫ്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണുള്ളത്? ലിഫ്റ്റിൻ്റെ വെലോസിറ്റി ഉള്ളത് 1 m/s. അത് നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. G ഞാൻ ഇവിടെ വയ്ക്കാണ്. റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ 1 m/s താഴോട്ടൊക്കെ. അതായത് ഇവിടെ ഈ U എന്തായി? 0 ആയി. ഇനി അതേപോലെ നമ്മുടെ ആക്സിലറേഷൻ, ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ 2 m/s² താഴോട്ടുണ്ട്. അത് റിവേഴ്സ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിൾ കൊടുക്കും. സോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ 2 m/s² മേലോട്ടുണ്ട്.
അപ്പോൾ ആക്സലേഷൻ എത്രയാവും? ആക്സലേഷൻ വിൽ ബി ഈക്വൽ ടു 10 താഴോട്ട് 2 മേലോട്ട്, അപ്പം 8 താഴോട്ട്. സോ ഇവിടെ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ഇതാണ് 8 ഡൗൺവാർഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്, -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്, -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറ്റും. ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി ഈക്വൽ ടു √2h ഡിവൈഡഡ് ബൈ APL. ഇവിടെ APL എന്ന ഇതാണ്, ഇവിടെ √2 ഇൻറ്റു h, എത്ര ഹൈറ്റ് എന്നാണ് വീഴുന്നത്? 4 മീറ്റർ. സോ ഇവിടെ 2 × 4 ഡിവൈഡ് ബൈ APL. APL എത്രയുള്ളത്? 8 താഴോട്ട്. സോ ഇവിടെ 8. അപ്പോൾ ഉത്തരം എത്രയാവും? 1 സെക്കൻഡ് ആവും. പക്ഷേ ഈ ഉത്തരം തെറ്റാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെയാണ് ഇതുവരെ പഠിപ്പിച്ചൊന്നും ജി അഡ്വാൻസ് ലെവലല്ല, ഈ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ജി അഡ്വാൻസിലേക്ക് കടന്നത്. അത് ജി അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു തിങ്കിങ്ങിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ സംഭവം പറയാം. നമ്മൾ കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യണം. കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ പാർട്ട് എടുക്കാം, ആ പാർട്ടിൻ്റെ മൊത്തം വിഷ്വലൈസ് ചെയ്യുക, അടുത്ത പാർട്ട് എടുക്കാം, അതിനെ മൊത്തം വിഷ്വലൈസ് ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്ന കാര്യം നോക്കാം, അത് മൊത്തത്തിൽ വിഷ്വലൈസ് ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പാർട്ട് നമ്മുടെ പാർട്ടിക്കിളാണ്, വേറൊരു പാർട്ട് ഈ ലിഫ്റ്റാണ്. അങ്ങനെ നമുക്ക് ഈ പാർട്ടിക്കിൾ എന്താണ് മാക്സിമം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ പാർട്ടിക്കിൾ നേരെ ഇങ്ങനെ താഴോട്ട് വീഴുന്നു, അത് ഈ പാർട്ടിക്കിളിന് സംഭവിക്കാൻ പറ്റില്ല. താഴത്ത് വന്നിട്ട് ലിഫ്റ്റിൻ്റെ ഫ്ലോറിൽ വന്നിരിക്കുന്നു, റെസ്റ്റിൽ വരുന്നു. ഓക്കെ, അത്രയും മോഷനെ നമ്മുടെ പാർട്ടിക്കിളുണ്ട്. ഇനി നമ്മുടെ ലിഫ്റ്റ് ആണെങ്കിലോ, ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്, മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ? ഇല്ല. കാരണം എന്താ? ആക്സലറേഷൻ താഴോട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ ലിഫ്റ്റ് എന്താവും? നിന്ന് പോകും അല്ലേ? അപ്പം ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് പോകുന്നു, നിൽക്കുന്നു, പാർട്ടിക്കിൾ ഇങ്ങനെ താഴോട്ട് പോകുന്നു, നിൽക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുവെക്കാം. ഒരുമിച്ച് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാർട്ടിക്കിൾ ഇങ്ങനെ താഴോട്ട് വരുന്നു, ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് പോകുന്നു, പാർട്ടിക്കിൾ ലിഫ്റ്റിൻ്റെ മേലെ ഇടിക്കുന്നു, ലിഫ്റ്റ് കുറച്ചും കൂടി മേലോട്ട് പോകുന്നു, നിൽക്കുന്നു. ഇത് ഒരു പോസിബിൾ സിനാരിയോ ആണ്. വേറൊരു പോസിബിൾ സിനാരിയോ എന്താണ്? ഈ പാർട്ടികൾ ഇങ്ങനെ താഴോട്ട് വരുന്നു, ഇവിടെ എത്തുമ്പോൾ തന്നെ ലിഫ്റ്റ് നിന്ന് പോകണം, ലിഫ്റ്റ് ഇനി പോണില്ല, പിന്നെ പാർട്ടികൾ വന്ന് ഇരിക്കുന്നു. ഇത് രണ്ടാമത്തെ പോസിബിൾ സിനാരിയോ ആണ്. ഈ രണ്ട് പോസിബിൾ സിനാരിയോസാണ് ഈ ക്വസ്റ്റ്യന് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് പാർട്ടിക്കിൾ ലിഫ്റ്റിൽ ഇടിക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് റെസ്റ്റിലേക്ക് വരുന്നു, രണ്ടാമത് പാർട്ടിക്കിൾ ഇടിച്ച് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് റെസ്റ്റിലേക്ക് വരുന്നു. പാർട്ടിക്കിൾ ഇടിച്ച് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പാർട്ടിക്കിൾ ഇടിക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് റെസ്റ്റിലായി കഴിഞ്ഞാൽ ഈ സംഭവം തെറ്റും. അതിൻ്റെ കാരണം പറയും. ഇപ്പം ഇവിടെ ഈ ലിഫ്റ്റ് റെസ്റ്റിലായി എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സമയത്ത് പാർട്ടിക്കിൾ ഇങ്ങനെ മേലെ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ മുതൽ ഇവിടെ വരെ ആക്സലറേഷൻ എത്രയാണ് നമ്മൾ പഠിച്ചത്? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് താഴോട്ടുണ്ടാവും. ഇവിടെ മുതൽ ഇവിടെ വരെ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് താഴോട്ടുണ്ടാവും. പക്ഷെ ലിഫ്റ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡിലല്ല ഈ പാർട്ടിക്കിൾ വരാം. പിന്നെ ഉണ്ടാവാം G മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡാണ്. കാരണം ലിഫ്റ്റ് നിന്നില്ലേ, ലിഫ്റ്റ് നിന്ന് അതിൻ്റെ ആക്സലറേഷൻ 0 ആയില്ലേ. ഇനി അതിൻ്റെ മേലെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ലല്ലോ. നേരത്തെ ഇവിടെ G ഉണ്ടായിരുന്നു, ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ 2 ഉണ്ടായിരുന്നു, അത് റിവേഴ്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടാണ് എന്തായത് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ താഴോട്ടായത്. പക്ഷെ ലിഫ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ആക്സലറേഷൻ 0 ആയി ലിഫ്റ്റിൻ്റെ. അപ്പോൾ ഇനി റിവേഴ്സ് ചെയ്തൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ G മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവും. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും അതിനുശേഷം G മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. അപ്പോൾ അതിൻ്റെ സംഭവം മാറും. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ്. ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ എടുത്ത സമയം നമുക്ക് T = V - U/A എന്ന് പറയാം. V = U + 30 എന്നാണ് ഇക്വേഷൻ കിട്ടിയത്. സോ ഞാനതിവിടെ ഇതാണ് V - U/A. സോ നമുക്കറിയാം ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആവും. അതുകൊണ്ട് V 0 ആണ്. ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1 ഡിവൈഡ് ബൈ ആക്സലറേഷൻ, ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ താഴോട്ടേക്കാണ്. ആ ആക്സലറേഷൻ താഴോട്ടേക്കാണ് ആക്സലറേഷൻ. ആ ആക്സലറേഷൻ എത്ര പറഞ്ഞത്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അതിലൂടെ -2 ഉണ്ടാവും. അപ്പോൾ -1
ബൈ -2 എത്രയാവും? ഉത്തരം 0.5 സെക്കൻഡ് എന്നാവും. അപ്പോൾ 0.5 സെക്കൻഡിൽ ലിഫ്റ്റ് സ്റ്റോപ്പിലായി. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരെ ഈ 0.5 സെക്കൻഡ് എടുക്കുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആക്സിലറേഷൻ ഉണ്ടാവുന്നത് 0.5 സെക്കൻഡ് വരെയാണ്. അതിനുശേഷം ഇത്രയും സമയമാണ് g മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ലെങ്ത് 4 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് കണ്ടു നോക്കാം. ഈ ലെങ്ത് എങ്ങനെയായിരിക്കും കാണാം? നമുക്കറിയാം ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. സോ ഇവിടെ 0 ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് എ, ആക്സിലറേഷൻ എത്രയാണ്? താഴോട്ടേക്ക് 8. സോ ഇവിടെ -8 ഇൻറ്റു ഡെൽറ്റ ടി സ്ക്വയർ. ടൈം എത്രയാണ്? ടൈം 0.5 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഡെൽറ്റ ടി പകരം 0.5 എന്ന് എഴുതാണ്. ഇവിടെയും ഡെൽറ്റ ടി സ്ക്വയറിന് പകരം 0.5 സ്ക്വയർ ഡിവൈഡ് ബൈ 2. സോ നമുക്കിവിടെ ഡെൽറ്റ എക്സ് കിട്ടുന്നത് എത്രയാണ്? ഡെൽറ്റ എക്സ് കിട്ടുന്നത് ഈ -8 ഇൻറ്റു 0.5 സ്ക്വയർ എന്ന് പറയുന്നത് 0.25 ഉണ്ടാവും ഡിവൈഡ് ബൈ 2. അതായത് 4 ഇൻറ്റു 0.25 -4 ഇൻറ്റു 0.25 -4 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -4 ഇൻറ്റു 1/4, അതായത് -1 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാൻ പറ്റും? 1 മീറ്റർ എന്ന് പറയാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്, കാരണം താഴത്തേക്ക് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തത്. ഡിസ്റ്റൻസ് നമ്മൾ 1 മീറ്റർ എന്നാണ് പറയും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 3 മീറ്റർ ആണ് അല്ലേ? 3 മീറ്റർ ബാക്കിയുണ്ട്. ആ 3 മീറ്ററിലാണ് നമ്മുടെ g മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡിൽ ഈ ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സംഭവം കാണാമല്ലോ. ഇവിടെ ഓൾറെഡി ഇത് മുതൽ ഇതുവരെയുള്ള സമയം 0.5 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള ആക്സിലറേഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ g ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മതി. ഈ വെലോസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് താഴോട്ടേക്കുള്ള സമയം കാണാൻ പറ്റും. കാരണം നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ u വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ -u + √u² + 2gh/g ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് ഈ v കാണാം. v കാണാൻ എളുപ്പമല്ല. നമുക്ക് ഇവിടെയുള്ള വെലോസിറ്റി 0, ഇങ്ങോട്ട് ആക്സിലറേഷൻ 8, ടൈം എടുത്തത് 0.5. അങ്ങനെയാണെങ്കിൽ ഈ v u + at എന്ന് പറയാൻ പറ്റും. u + a ഡെൽറ്റ ടി. സോ ഇവിടെ 0 പ്ലസ് ആക്സിലറേഷൻ താഴോട്ടേക്കാണ്. അതുകൊണ്ട് -8 ഇൻറ്റു ടൈം എത്ര എടുത്തത്? 0.5 സെക്കൻഡ്. സോ 8 ഇൻറ്റു 5 40 ആണ്. സോ -8 ഇൻറ്റു 5 0.5 -4 എന്ന് വരും. സോ ഇവിടെ -4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് 4 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ടേക്കാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം എങ്ങനെ കാണാൻ പറ്റും? ഈ ടൈം ഈ പോയിന്റിന് ഈ സ്ട്രൈക്ക് ചെയ്യാൻ എടുത്ത സമയം ടി ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ടി ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് പറയാൻ പറ്റും? ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് -4 പ്ലസ് ഫൈനൽ വെർട്ടിക്കൽ സ്പീഡ്, അതായത് √u² + 2g, അതായത് -4 സ്ക്വയർഡ്, അതായത് 16 + 2 ഇൻറ്റു g, 2 ഇൻറ്റു 10, 20 ഇൻറ്റു 3, 20 ഇൻറ്റു 3 എന്ന് പറയുന്നത് 60 ഡിവൈഡ് ബൈ g എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 10. സോ ഇത് എത്ര വരും? -4 പ്ലസ് √76/10. സോ അത് വരാൻ പോകുന്നത് √76ൻ്റെ വാല്യൂ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. √76ൻ്റെ വാല്യൂ വരുന്നത് 8.71 ആണ്. സോ നമ്മൾ ഡിവൈഡ് ബൈ 10 വരും. സോ 4.71 ഡിവൈഡ് ബൈ 10, അതായത് 0.471 സെക്കൻഡാണ് എടുക്കുന്നത്. സോ നമുക്ക് 0.5 സെക്കൻഡ് ആദ്യം, അതിനുശേഷം 0.471 സെക്കൻഡ്. സോ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 0.5 പ്ലസ് 0.471 സെക്കൻഡ്. അപ്പോൾ എത്ര വരും? 0.971 സെക്കൻഡാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് വരിക. ഓക്കെ. സോ സംഭവം നിങ്ങൾ ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നും. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ പോസിബിൾ സിനാരിയോ ഉണ്ട്, അതാണ് പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി. നിങ്ങൾക്ക് ഒന്നുകിൽ കുറേ പ്രോബ്ലം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി ഏതാണെന്ന് നോക്കാം. ആ പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി അല്ലെങ്കിൽ അതിൻ്റെ ആ ടെക്നിക്കാണ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആ ടെക്നിക്കാണ് ജി അഡ്വാൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ജെഇ മെയിൻ നീറ്റാകുമ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം. ജി അഡ്വാൻസിലാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രോബ്ലം സോൾവ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ജി അഡ്വാൻസ് സ്റ്റഡി പഠിക്കുമ്പോൾ. ഇവിടെ ഉള്ളത് എന്താണ്? നമ്മുടെ ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര സമയം എടുത്ത്? 0.5 സെക്കൻഡ്.
സ്റ്റോപ്പിംഗ് അടുത്ത്. അപ്പോൾ ആ 0.5 സെക്കൻഡിൽ ഇയാൾ എത്ര താഴത്തേക്ക് വന്ന്, ഇയാൾ 1 മീറ്ററേ താഴത്ത് വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇയാൾ വന്ന് താഴത്ത് നിന്ന് ഇടിച്ചിട്ടില്ല, കാരണം ഈ ടോട്ടൽ 4 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് താഴത്ത് നിന്ന് ഇടിക്കുന്നതിന് മുമ്പേ ഈ ലിഫ്റ്റ് സ്റ്റോപ്പായി എന്നർത്ഥം. ഓക്കെ, അത് 1 മീറ്റർ എടുത്തിട്ടാണല്ലോ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, മനസ്സിലായി. ഇത് നമ്മൾ പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ആക്സലേഷൻ 8 ആയിരിക്കും, ഇവിടെ മുതൽ ഇവിടെ വരെ ആക്സലേഷൻ G ആയിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ മുതൽ ഇവിടെ ഉള്ള ടൈം കണ്ടെത്തി. ടൈം 0.5 സെക്കൻഡാണ്, കാരണം ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാത്ത സമയം 0.5 സെക്കൻഡാണ്, അതുകൊണ്ട് ഇവിടെ 0.5 ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം എത്ര സമയം എടുത്തെന്ന് കാണണം. സോ അതിന് സമയം കാണണമെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി കാണണം. ആ വെലോസിറ്റി നമ്മൾ U+AT വെച്ച് ഇവിടുത്തെ വെലോസിറ്റി കടത്തി എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തു. നിങ്ങൾ എല്ലാ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റിവ്യൂ ചെയ്യണം എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, നേരത്തെ നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം എഴുതിയില്ലേ, അവിടെ ഞാൻ ഒരു ലൈന് വിടാൻ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് എഴുതാം അസ്യൂമിങ് ദ ലിഫ്റ്റ് ഡസൻ സ്റ്റോപ്പ്. ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിലാണ് ആ ഇക്വേഷൻസ് ഒക്കെ അപ്ലിക്കബിൾ ആവും. ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്താൽ ആ ഇക്വേഷൻസ് അപ്ലിക്കബിൾ ആവില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ ഗ്രൗണ്ടിൽ നിന്നാണോ ഫ്രെയിമിൽ നിന്നാണോ, അതായത് ഗ്രൗണ്ടിൽ നിന്നാണോ ലിഫ്റ്റിൽ നിന്നാണോ? ഗ്രൗണ്ടിൽ നിന്നാണ്. കാരണം എന്താ, അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഫ്രെയിം. ഫ്രെയിം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുക്കാം. ഓക്കെ, ലിഫ്റ്റിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ കാണാൻ എളുപ്പമല്ലേ. ലിഫ്റ്റിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് നോക്കുമ്പോൾ എന്താ ഉള്ളത്, ഇനീഷ്യൽ വെലോസിറ്റി 0, അതിങ്ങനെ താഴോട്ട് വന്ന് നിൽക്കുന്നു. താഴോട്ട് വന്ന് നിൽക്കുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാൻ എത്രയായിരിക്കും? 4 മീറ്റർ. ഇവിടെ നേരെ തന്നെ താഴോട്ട് നിന്ന് അടിക്കുന്നത് 4 മീറ്റർ. അതേ ഡിസ്റ്റൻസ് ട്രാവൽ ഉണ്ടാവുള്ളൂ. എപ്പോൾ ലിഫ്റ്റിൻ്റെ ഫ്രെയിമിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ പാർട്ടിക്കിൾ, വെറും പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് ഫ്രെയിമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഗ്രൗണ്ടിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യം നോക്കാം. ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യം നേരത്തെ വരച്ചാണ്, എന്നാൽ ഒന്നുകൂടി നോക്കാം. ഈ പാർട്ടിക്കിൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ലിഫ്റ്റിൻ്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ സമയത്ത് അതുകൊണ്ട് ഇതിൻ്റെ മേലോട്ടേക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടാവും. പിന്നെ പാർട്ടിക്കിൾ റിലീസ്ഡ് ഫ്രം എ മൂവിങ് ഒബ്ജക്റ്റ്, ആ ഐഡിയ. ഇനി നമ്മൾ എന്താക്കും, ഇതിൻ്റെ മേലെ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്, ഇതിൻ്റെ മേലെ ആക്സലേഷൻ എത്താനുള്ളത് ആക്സിലറേറ്റീവ് ഗ്രാവിറ്റിയാണ് G. ആ G താഴോട്ടേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടികൾ എന്താ സംഭവിക്കുന്നത്, ഈ പാർട്ടികൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പാർട്ടികൾ നേരെ ഇങ്ങനെ മേലോട്ട് പോകുന്നു, അതിനുശേഷം നേരെ ഒന്ന് ഇങ്ങനെ താഴത്തുനിന്ന് അടിക്കുന്നു. താഴോട്ടൊന്ന് അടിക്കുമ്പോൾ ഈ ലിഫ്റ്റ് മേലോട്ട് പോയി സ്റ്റോപ്പായി. അതിന് ലിഫ്റ്റ് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി, ലിഫ്റ്റ് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി അല്ലേ, ലിഫ്റ്റ് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി. അപ്പോൾ ഇയാൾ ഈ പാർട്ടികൾ ഇവിടെ എവിടെയുള്ള വിചാരിക്കുക. അതിനുശേഷം പാർട്ടികൾ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അറിയാം. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എത്ര കണ്ടത്, 0.97 സെക്കൻഡാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിന്ന് കണ്ടത്. സാർ അതെങ്ങനെ, അത് ലിഫ്റ്റിൽ നിന്ന് കണ്ടല്ലേ? അവിടെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി എടുത്ത ടൈമും ഗ്രൗണ്ടിൽ നിന്ന് കണ്ട ടൈമും സെയിം ആയിരിക്കും. ടൈം റിലേറ്റീവ് അല്ല. ടൈം നമ്മൾ ലിഫ്റ്റിൽ നിന്നും പെട്ടെന്ന് അടിക്കുമോ? ലിഫ്റ്റിൽ നിന്നുള്ള ആൾക്ക് ഇങ്ങനെ ഇറങ്ങി അയാൾക്ക് പെട്ടെന്ന് അടിച്ച് പുറത്ത് നിൽക്കുന്ന ആൾക്ക് നേരം വൈകി അടിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം മാറ്റിക്കൂടെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ രണ്ട് ഫ്രെയിമിനും സമയം സെയിം ആയിരിക്കും. ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നാണെങ്കിലും ഉള്ളിൽ നിന്നാണെങ്കിലും സമയം സെയിം ആയിരിക്കും. സോ നമുക്കിവിടെ 0.97 സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ പാർട്ടികൾ ഒന്ന് താഴത്ത് പിടിക്കാത്ത സമയം 0.97 സെക്കൻഡാണ്. നമ്മൾ ചോദിച്ച ഡിസ്റ്റൻസ് ട്രാവലിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേലോട്ടേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനുശേഷം ഇവിടുന്ന് താഴോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ടൈം കാണണം, അത് ഞാൻ ടൈം ഓഫ് അസെൻഡ് എന്ന് പറയുകയാണ്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സമയം അത് ഞാൻ ടൈം ഓഫ് ഡിസെൻഡ് എന്ന് പറയുകയാണ്. ടൈം ഓഫ് അസെൻഡ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. ടൈം ഓഫ് അസെൻഡ് U/G ആണ്. അതായത് ഇത് U മീറ്റർ പെർ സെക്കൻഡിൽ എറിയുകയാണെങ്കിൽ U/G. ഇവിടെ U എന്നുള്ളത് ആരാണ്, 1 ആണ്. സോ ഇവിടെ 1/10 ആണ്. അപ്പോൾ എത്രയാണ്, 0.1 സെക്കൻഡാണ്. ടൈം ഓഫ് ഡിസെൻഡ് എന്താ വരാം, ടൈം ഓഫ് ഡിസെൻഡ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞൂടെ, ഇത് ടോട്ടല് 0.97. അപ്പോൾ നമുക്ക് ടോട്ടല് ടിയിൽ നിന്നും ഈ സമയം മൈനസ് ചെയ്താൽ മതി, TA മൈനസ് ചെയ്താൽ മതി. സോ ടി ഉള്ളത് 0.97 ആണ്, TA ഉള്ളത് എത്രയാണ്, 0.1 ആണ്. അപ്പോൾ ഇത് എത്രയായി, 0.87 സെക്കൻഡാണ്. സോ ടൈം ഓഫ് അസെൻഡും കിട്ടി, ടൈം ഓഫ് ഡിസെൻഡും കിട്ടി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഡിസ്റ്റൻസ് കാണാം. ഇനി നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഡിസ്റ്റൻസ് പറയാം. ഒന്ന് മേലോട്ടേക്കുള്ള ഡിസ്റ്റൻസും പിന്നെ താഴോട്ടുള്ള ഡിസ്റ്റൻസ്. മേലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, h=u²/2g. സോ ഇവിടെ നമുക്ക് ഇവിടെ u²/2g ഇതാണ്, u²/2g. അതാണ് മേലോട്ടെടുത്ത ഡിസ്റ്റൻസ്. താഴോട്ടേക്ക് എടുത്ത ഡിസ്റ്റൻസ് എന്താ പറയുക, താഴോട്ടേക്ക് നമ്മളൊരു പാർട്ടിക്കിൾ ഇങ്ങനെ റിലീസ് ചെയ്ത്, അപ്പം ആ ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയുക, Δx=ut+at²/2. u 0 ആയി കഴിഞ്ഞാൽ നമുക്ക് വെറും at²/2, അതായത് gTD²/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ?
ഇനി യു സ്ക്വയർ ബൈ 2g കൊണ്ടേ പറഞ്ഞ് യു എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ ബൈ 2 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു ടി ഡി എന്ന് പറയുന്നത് 0.87. സോ 0.87 സ്ക്വയർ ഡിവൈഡ് ബൈ 2. സോ ഇത് എത്ര വരാം 1/20. 1/2 എന്ന് പറഞ്ഞാൽ 0.5. സോ 1/20 എന്ന് പറഞ്ഞാൽ 0.5/10. 0.5/10 എന്ന് പറയുമ്പോൾ 0.05 പ്ലസ് 10/2 എന്ന് പറയുന്നത് 5 ആവും. 5 ഇൻറ്റു 0.87 സ്ക്വയർ. 0.87 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് പറയുന്നത് 3.78 ആണ് കിട്ടിയത്. സോ 3.78 പ്ലസ് 0.05 എന്ന് പറയുമ്പോൾ ഇവിടെ 3.83 വരും. 3.83 മീറ്റർ വരും. സോ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 3.83 മീറ്റർ ആയിരിക്കും ഗ്രൗണ്ടിൽ നിന്ന് കാണാം. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് കാണാം 3.83 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണ്. ഉള്ളിലുള്ള ആൾ എത്ര കാണാം 4 മീറ്റർ. ഞാൻ താഴത്തേക്ക് ഒന്നിരിക്കായിരുന്നു 4 മീറ്ററാണ് ഉള്ളിലുള്ള ആൾ കാണാം. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി ഫോക്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൻ എലിവേറ്റർ കാർ ഹൂസ് ഫ്ലോർ ടു സീലിംഗ് ഡിസ്റ്റൻസ് ഈസ് 2.7 മീറ്റർ. സോ ഒരു ലിഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ഫ്ലോർ ടു സീലിംഗ് ഡിസ്റ്റൻസ് 2.7 മീറ്റർ ആണ്. സ്റ്റാർട്ട്സ് അസെൻഡിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ a is equal to 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ അതിൻ്റെ ആക്സിലറേഷൻ അവർ തന്നിട്ടുണ്ട്. a is equal to 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മേലോട്ടാണ് പോകുന്നത്. 2 സെക്കൻഡ്സ് ആഫ്റ്റർ ദ സ്റ്റാർട്ട്, 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എ ബോൾട്ട് സ്റ്റാർട്ട്സ് ഫാളിങ് ഫ്രം ദ സീലിംഗ് ഓഫ് ദ കാർ. സോ ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മേലോട്ട് പോവാണ്. സോ t is equal to 2 സെക്കൻഡ്സിൽ ഈ ബോൾട്ട് എന്താവും ഡ്രോപ്പ് ചെയ്യാണ്. അതായത് ഇതിന്ന് ഊരി പോരാണ്. ഫൈൻഡ് ദ ബോൾസ് ഫ്രീ ഫാൾ ടൈം. ആൻസർ 0.7 സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ബോൾ ഡ്യൂറിംഗ് ദ ഫ്രീ ഫാൾ ഇൻ റെഫറൻസ് ഫ്രെയിം ഫിക്സ്ഡ് ടു എലിവേറ്റർ ഷാഫ്റ്റ്. എലിവേറ്റർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിഫ്റ്റ് പോകില്ലേ, ലിഫ്റ്റ് പോകുമ്പോൾ ഇതാണ് ലിഫ്റ്റ് എങ്കിൽ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകുമ്പോൾ അതിന് ഇത് പോകുന്ന ആ ഒരു കോളല്ലേ, ആ ഭാഗത്തിനാണ് നമ്മൾ എലിവേറ്റർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ എലിവേറ്റർ ഷാഫ്റ്റ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഗ്രൗണ്ടുമായിട്ടല്ലേ കണക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഇതിലെ ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നും ഈ ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നുള്ള ഫ്രീ ഫാൾ ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എലിവേറ്റർ ഷാഫ്റ്റ്. സോ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ആദ്യം ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഉത്തരം കറക്റ്റ് ആണോ നോക്കാം. ആദ്യം ബോൾസ് ഫ്രീ ഫാൾ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇതിന്റെ ആക്സിഡന്റ് ഡ്യൂ ടു ഗ്രാവിറ്റി g താഴോട്ടൊക്കെ ഉണ്ട്. പിന്നെ t = 2 സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി അറിയണം അല്ലേ? സോ വെലോസിറ്റി ഓഫ് ലിഫ്റ്റ് അറ്റ് t is equal to 2 സെക്കൻഡ്. ആ വെലോസിറ്റി എന്താണ്? v is equal to u plus a delta t. സോ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, കാരണം സ്റ്റാർട്ട്സ് അസെൻഡിങ് വിത്ത് എന്നല്ല പറഞ്ഞത്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പ്ലസ് ആക്സിലറേഷൻ, ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ 1.2 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 2 സെക്കൻഡിൽ ലിഫ്റ്റിന്റെ വെലോസിറ്റി ആണ് കാണുന്നത്. സോ ഇവിടെ 1.2 into 2. സോ ഈ വെലോസിറ്റി എന്തായി? 2.4 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇതേ വെലോസിറ്റിയാണ് ആർക്കുണ്ടാവാം? നമ്മുടെ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവാം. സോ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾട്ടിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ ഉണ്ടാവാം? 2.4 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിൽ നിന്നും പാർട്ടിക്കിൾ റിലീസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ഇനീഷ്യൽ വെലോസിറ്റി ആ ഒബ്ജക്റ്റിന്റെ ആ സമയത്തുള്ള വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഈ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. എത്രയാണത്? 2.4 മീറ്റർ പെർ സെക്കൻഡ് അപ്വാർഡ്. ഓക്കെ, ഇനി നമ്മൾ എന്താക്കും? പൂച്ചനെ പറഞ്ഞയച്ചിട്ട് എന്ത് പറയും പൂച്ചയെ? ഈ ആക്സിലറേഷൻ 1.2 ആണ്, അത് റിവേഴ്സ് ചെയ്ത് ഈ പാർട്ടിക്കിളിനെ കൊടുത്ത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആക്സിലറേഷൻ ഉണ്ടാവും, എത്ര ഉണ്ടാവും? 1.2 ഉണ്ടാവും. മേലോട്ടുള്ള ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്ത് ഇതിന് കൊടുത്ത്. ഇനി പൂച്ചനോട് ഈ ലിഫ്റ്റിന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ലിഫ്റ്റിന്റെ വെലോസിറ്റി എത്രയുള്ളത്? ലിഫ്റ്റിന്റെ വെലോസിറ്റി 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എപ്പം t is equal to 2 സെക്കൻഡ് ഉള്ളത്. 2.4 മീറ്റർ പെർ സെക്കൻഡ് ആണ് t is equal to 2 സെക്കൻഡ് ഉള്ളത്. അപ്പോൾ ആ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് ഈ പാർട്ടിക്കിൾ കൊടുക്കണം. അപ്പോൾ ആ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് പാർട്ടിക്കിൾ കൊടുക്കുമ്പോൾ എന്താവും? ഇങ്ങോട്ട് 2.4.
സോ അതിൽ നിന്ന് നമുക്ക് ഈ 2.4 ഈ 2.4 കട്ട് ചെയ്ത് പോയി. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ലിഫ്റ്റ് എത്രയായി? 0. ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ലിഫ്റ്റ് എത്രയായി? താഴോട്ട് G+a അല്ലേ? അപ്പൊ താഴോട്ട് G+a അല്ലെങ്കിൽ എന്ത് പറയാം, -9.8 പ്ലസ് -1.2, അതായത് -11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. നെഗറ്റീവ് എന്ന് പറയുന്നത് താഴോട്ടായതുകൊണ്ടാണ്. സാർ എന്താ G10 എടുക്കാത്തത്? കാരണം ക്വസ്റ്റ്യനിൽ G10 എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ G10 എടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ G9.8 എടുക്കണം. സോ നമുക്കിവിടെ -11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ എളുപ്പമല്ലേ? നമുക്കിപ്പോൾ ഇങ്ങനെയുള്ളത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അത് 2.7 മീറ്റർ താഴോട്ട് വീഴാണ്. 2.7 മീറ്റർ താഴോട്ട് വീഴാണ്. നമുക്ക് ഇതിന്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എന്താണ്? 11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് ആക്സിലറേഷൻ. സോ നമുക്കൊരു പാർട്ടിക്കിൾ റിലീസ് ചെയ്ത അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? √2h/g. അതേപോലെ ഇവിടെ എന്താവും? റൂട്ട് ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ √2 × 2.7 ഡിവൈഡഡ് ബൈ ജിക്ക് പകരം ഇവിടെ ആരാളുള്ളത്? 11 ആണുള്ളത്. സോ ഇത് /11. ആ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 0.7 ആണ്. സോ ഇതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻസർ എന്താണ്? 0.7 സെക്കൻഡ്. ഇതേ ടൈം ഓഫ് ഫ്ലൈറ്റ് നിങ്ങൾ എന്താക്കാം? ഹോംവർക്ക് ആയിട്ട് ഇത് ഞാൻ ലിഫ്റ്റ് ഫ്രെയിമിൽ നിന്നാണ് ചെയ്തത്. നിങ്ങൾ എന്താക്കുക? ഇത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നും ഇതേ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. കാണാൻ എളുപ്പമല്ലേ? SC/UT+half-2² അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബി പാർട്ട് ചെയ്യാം. സോ ബി പാർട്ട് ചെയ്യാണ്. ഈ പാർട്ടിക്കിൾ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നാണ് ചോദിച്ചത് അല്ലേ? നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പാർട്ടിക്കിള് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഈ റിലേറ്റീവ് ഫ്രെയിമിൽ, അതായത് ഈ ലിഫ്റ്റിന്റെ ഫ്രെയിമിൽ ഈ പാർട്ടിക്കിൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സിമ്പിൾ ആയിട്ട് 2.7 മീറ്റർ ഡിസ്റ്റൻസ് താഴോട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ എന്താ പറയാ? താഴോട്ട് നെഗറ്റീവ് ആയി എടുക്കുകയാണെങ്കിൽ -2.7 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഏത് ഫ്രെയിമിൽ? ഈ ലിഫ്റ്റിന്റെ ഫ്രെയിമിൽ. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നും എത്രയാണ് ഈ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ നമ്മൾ പഠിച്ചു ഈ ലിഫ്റ്റിന്റെ വെലോസിറ്റി U+AT ഉപയോഗിച്ചിട്ട് നമുക്ക് 2.4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അതേ വെലോസിറ്റിയാണ് ഈ പാർട്ടിക്കിൾ ഉണ്ടാവുക. അപ്പോൾ പാർട്ടിക്കിളിന്റെ മേലെ വെലോസിറ്റി 2.4 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ടു ഗ്രാവിറ്റി G താഴോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളത് നമ്മൾ ലിഫ്റ്റ് ഫ്രെയിമിലെല്ലാം നിൽക്കുന്നത് നമ്മൾ അവിടെയുള്ളത് ഗ്രൗണ്ടിലുള്ളത്. ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കാണാം. ലിഫ്റ്റ് ഫ്രെയിമിൽ നിൽക്കുമ്പോഴാണ് ആക്സിലറേഷനും വെലോസിറ്റി ഒക്കെ റിവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായി സംഭവം ചെയ്യാനുള്ളത് നമുക്ക് പറയാം. ΔX = U∆t + A∆t² / 2. സോ എന്താ അവിടെ ΔX ഉള്ളത്? നമുക്കറിയാം. ഇങ്ങനെ പാർട്ടിക്കിൾ ഇങ്ങനെ പോയി ഇവിടെ നിൽക്കും. അതെന്താ സാർ ഇവിടെ നിൽക്കുന്നത്? കാരണം ലിഫ്റ്റ് മേലോട്ട് പോകണ്ടല്ലോ. ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ ലിഫ്റ്റ് മേലോട്ട് പോകണം കാണാമല്ലോ അല്ലെ? ഗ്രൗണ്ട് ഫ്രെയിം നോക്കുമ്പോൾ ലിഫ്റ്റ് മേലോട്ട് പോകണം കാണാൻ പറ്റും. അപ്പൊ ഈ പാർട്ടികൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടിക്കാം. അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്രെയിം നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് ഇത്ര കുറവായിരിക്കും. കാരണം ലിഫ്റ്റ് ഫ്രെയിമിന്റെ ഡിസ്പ്ലേസ്മെന്റ് നല്ലോണ്ട്. ഗ്രൗണ്ട് ഫ്രെയിമിൽ ഈ ലിഫ്റ്റ് മേലോട്ട് പോയിട്ടുണ്ട്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കുറയും. ക്ലിയർ ആണല്ലോ? സോ നമുക്കത് ചെയ്ത് നോക്കാം. സോ ΔX = U∆t + A∆t² / 2 മേലോട്ട് പോസിറ്റീവ് ആക്കി എടുക്കുന്നു. U 2.4 മേലോട്ട്. സോ 2.4 × സമയത്ര സാർ സമയത്ര നമ്മൾ പഠിച്ച് ഈ പാർട്ടികള് ലിഫ്റ്റ് ഫ്രെയിമിൽ നിന്നും താഴത്തേക്ക് വീഴാനുള്ള സമയം 0.7 സെക്കൻഡ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് നേരം വൈകി വന്നിരിക്കോ അല്ലെങ്കിൽ സ്പീഡ് വന്നിരിക്കോ? ഇല്ല, അതേ സമയത്താണ് ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാലും വന്നിരിക്കുക, നമുക്കറിയാം. ഓക്കെ, സോ അതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയ 0.7 സെക്കൻഡ് ഈ ഗ്രൗണ്ട് ഫ്രെയിമിൽ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ടൈം റിലേറ്റീവ് ഫ്രെയിമിലും ഗ്രൗണ്ട് ഫ്രെയിമിലും ഒക്കെ സെയിം ആകുക. സോ ഇവിടെ 0.7 നമ്മൾ ചെയ്ത് കൊടുക്കാം. പ്ലസ് ആക്സിലറേഷൻ എന്താണ്? താഴോട്ട് ഉണ്ട് -g × ടൈം എത്രയാണ്? 0.7. സോ 0.7² / 2. ഈ ജിക്ക് പറഞ്ഞ ഞാൻ ജിന്റെ വാല്യൂ ഇട്ട് കൊടുക്കട്ടെ, 9.8 ഇട്ട് കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ? ഇല്ല. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് 1.68 - 2.401 ആണ്. അതായത് -0.721 ആണ്. അതായത് ഈ ലെങ്ത് എത്രയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത് 0.721 മീറ്റർ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 0.721 മീറ്റർ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആണ് നെഗറ്റീവ് ആയത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നെഗറ്റീവായി കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഉള്ള ലെങ്ത് പ്ലസ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് പ്ലസ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്, അങ്ങനെ 3 ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും.
ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. സോ നമുക്ക് ആ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്താക്കിയാൽ മതി, ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് അത് നമുക്ക് h ഈസ് ഈക്വൽ u സ്ക്വയർ ബൈ 2g വെച്ച് കണ്ടൂടെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. അതിൽ നിന്ന് ഈ ഡെൽറ്റ എക്സ് അതാണ് ഞാൻ h എന്ന് വിളിച്ചത്, അത് നമുക്ക് എന്താ പറയാൻ പറ്റും, u സ്ക്വയർ ബൈ 2g എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u സ്ക്വയർ ബൈ 2g പ്ലസ് ഇവിടെ നിന്നും ഈ അതേ ഹൈറ്റിലേക്ക് തിരിച്ചു വരാൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും, u സ്ക്വയർ ബൈ 2g പ്ലസ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ആ ഡിസ്റ്റൻസ് എത്ര നമ്മൾ കണ്ടെത്തി, 0.721 ആണ് കണ്ടെത്തി. സോ അത് എത്രയായിരിക്കും, 0.721 ആയിരിക്കും. സോ ഇത് u സ്ക്വയർ ബൈ 2g എന്ന് പറയുമ്പോൾ 2.4 സ്ക്വയർഡ്, ഇത് ഞാൻ u സ്ക്വയർ ബൈ g എന്നാക്കിയാണ്, 2u സ്ക്വയർ ബൈ 2g u സ്ക്വയർ ബൈ g ആയി. സോ u സ്ക്വയർ ബൈ g പ്ലസ് 0.721 ആയി. സോ 2.4 സ്ക്വയർ ഡിവൈഡ് ബൈ 9.8 ആയി പ്ലസ് 0.721. 2.4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5.76 ഉണ്ടാവും. 5.76 ഡിവൈഡ് ബൈ 9.8 പ്ലസ് 0.721 ആയി. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിസ്റ്റൻസ് 1.3 മീറ്റർ ആയിരിക്കും. 1.3 മീറ്റർ ആയിരിക്കും കിട്ടാം. ഓക്കെ, സോ നമുക്ക് ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് കാണാം. ആദ്യം ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്പ്ലേസ്മെന്റ് കാണാം, അതായിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കാണാൻ ഇപ്പൊ പറ്റി മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇത് ഇർഡോവ് എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A rocket is moving in a gravity-free space with a constant acceleration of 2 meters per second squared along positive x direction. See figure. എന്നൊരു ഫിഗർ നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റോക്കറ്റ്. ആ റോക്കറ്റ് ഇങ്ങനെ 2 meters per second സ്ക്വയറിൽ ഇങ്ങനെ പോവുകയാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, the length of a chamber inside the rocket is 4 meters. സോ ഈ റോക്കറ്റ് ഉള്ളിലുള്ള ഒരു ചാമ്പർ ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റോക്കറ്റ് 2 meters per second സ്ക്വയറിൽ പോകുമ്പോൾ ചാമ്പർ അതേപോലെ 2 meters per second സ്ക്വയർ പോകും. ഈ ചാമ്പറിന്റെ ലെങ്ത് 4 meter ആണ്. A ball is thrown from the left end of the chamber in positive x direction with a speed of 0.3 meters per second relative to the rocket. So റോക്കറ്റിന് റിലേറ്റീവ് ആയിട്ട് 0.3 meter per second ലെഫ്റ്റ് എൻഡിലുള്ള ബോൾ ഇങ്ങോട്ടേക്ക് എറിഞ്ഞു. At the same time, another ball is thrown in negative x direction with a speed of 0.2 meters per second from its right end relative to the rocket. അതേപോലെ റോക്കറ്റിന് റിലേറ്റീവ് ആയിട്ട് 0.2 meters per second ഈ ബോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അതേ സമയത്ത്. The time in seconds when the two balls hit each other is. എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം നിങ്ങളതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇനി നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ലിഫ്റ്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്, റിലേറ്റീവ് വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പൂച്ചനെ ഉള്ളിലേക്ക് പറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പൂച്ചനെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയും ഓക്കെ, ഈ ലിഫ്റ്റിന്റെ വെലോസിറ്റിയും ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്ത് ഈ പാർട്ടിക്കിൾ കൊടുക്കാൻ പറയും. പക്ഷെ വെലോസിറ്റി ഓൾറെഡി റിവേഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് ഇവിടെ രണ്ട് ഭാഗത്തുള്ളത്. അപ്പോൾ വെലോസിറ്റി അവർ തന്നിട്ടില്ല, നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെയുള്ള ആക്സിലറേഷൻ, അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത് മായ്ക്കാണ്, ഇത് ഗ്രൗണ്ട് ഫ്രെയിം എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ റിവേഴ്സ് ചെയ്ത് ഇത് രണ്ട് പേർക്കും കൊടുക്കണം. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ, ഇയാളെ മേലെ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഇയാളെ മേലെ ആക്സിലറേഷൻ ഇങ്ങനെ ബാക്കോട്ടും ഉണ്ടാവും. നമ്മൾ സാധാരണ ലിഫ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വ്യത്യാസമായിട്ടുള്ള എന്താണ്, ഇവിടെ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളതാണ്. ഈ രണ്ട് പാർട്ടിക്കിൾ നമ്മൾ ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ അല്ലേ, നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ഫ്രെയിമിൽ നിന്നും ഇവിടെ ഒറിജിനൊക്കെ വെച്ച് ഡെൽറ്റ എക്സ് യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇയാളെ റെസ്റ്റിലാക്കി വെക്കാം, ഏതെങ്കിലും ഒരാളെ റെസ്റ്റിലാക്കി വെക്കാം. ഞാൻ തൽക്കാലം ഇയാളെ റെസ്റ്റിലാക്കാണ്. ഇയാളെ റെസ്റ്റിലാക്കി ഇനി നമുക്ക് 0.3 meter per second ഇങ്ങോട്ടേക്ക് ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്താക്കിയാൽ മതി, ഇയാളെ ഈ 0.2 meter per second റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പൊ എന്താണ്ടാവും, 0.2 ഇങ്ങോട്ടേക്ക് അത് റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തായി, 0.5 meter per second ആയി.
ഇനി അതേപോലെ ആക്സിലറേഷൻ, ഇയാൾ ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുത്ത്, അപ്പോൾ ഇയാൾക്ക് ആക്സിലറേഷൻ ബാക്കോട്ട് ആക്സിലറേഷൻ മേലോട്ട് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇത് 0.5 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ വരുന്നു എന്നായി. മനസ്സിലാക്കാം. ഇത് 2 പ്രാവശ്യം എടുത്തുകൊണ്ട് ഞാൻ റിലേറ്റീവായിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലിഫ്റ്റ് ഫ്രെയിമിൽ നിന്നും ഇതിൻ്റെ 2 പാർട്ടികളിലും റിലേറ്റീവ് ആക്സിലറേഷനും റിലേറ്റീവ് വെലോസിറ്റിയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താക്കി, ഈ പാർട്ടികളുടെ മേലെ കയറി. ഇപ്പോൾ ലിഫ്റ്റിൽ നിന്ന് നിൽക്കുന്നതിന് പകരം ഈ പാർട്ടികളുടെ മേലെ ഉള്ളത് ആര്, ഈ പൂച്ച പാർട്ടികളുടെ മേലെ കയറി. അപ്പോൾ ഇയാൾ റെസ്റ്റിലായി. എന്നിട്ട് നോക്കുമ്പോൾ ഇയാൾ 0.5 മീറ്റർ പെർ സെക്കൻഡിൽ വരുത്തായി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഈ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്, 4 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഈ ടൈം എന്ന് പറയുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 0.5, അതായത് 8 സെക്കൻഡ് എന്ന് കിട്ടും. പക്ഷേ ഈ ഉത്തരം തെറ്റാണ്. ഓക്കെ, ഈ ഉത്തരം തെറ്റാണ്. ഇത് ജെ അഡ്വാൻസ് 2014 ചോദ്യമായിരുന്നു. ഈ ഉത്തരം അവർ കറക്റ്റായിട്ടാണ് കൊടുത്തത്. അവർ ആൻസർ കീയിൽ കൊടുത്തത്, ഒഫീഷ്യൽ ആൻസർ കീയിൽ വന്നത് 8 ആണെന്നാണ്. ഇപ്പോഴും നിങ്ങൾ ജെ അഡ്വാൻസിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷനിൽ 8 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ 8 സെക്കൻഡ് തെറ്റായിട്ടുള്ളൊരു ആൻസറാണ്. അത് പിന്നെ ജെ അഡ്വാൻസിൻ്റെ അവർ പിന്നെ രണ്ടാമത് വേറെ ഉത്തരം പറഞ്ഞു. ആ ഉത്തരമാണ് 2. അപ്പോൾ അവർ 2 ഉത്തരം സ്വീകരിക്കാൻ തയ്യാറായി, ഒന്ന് 8ഉം ഒന്ന് 2ഉം. പക്ഷേ 8 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, തെറ്റായിട്ടുള്ള ഉത്തരമാണ്. അവർ രണ്ടാമത് പ്രൊവൈഡ് ചെയ്ത ഉത്തരം 2 ആണ്. സോ എങ്ങനെയാണ് അത് 2 ശരിക്കുള്ള ഉത്തരം 2 ആയത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിട്ടുണ്ട്, ഒരു മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ റിലേറ്റീവ് ആക്സിലറേഷനിൽ ഒരു 2 പാർട്ടികൾ ഇങ്ങനെ മേലോട്ട് എറിയുന്ന കേസൊക്കെ പഠിച്ചില്ലേ. അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗ്രാവിറ്റി താഴോട്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ടൈം ഓഫ് കൊളീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 പാർട്ടികളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണെന്ന് നോക്കണം അല്ലേ. എന്നിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് കൊളീഷൻ ആണെങ്കിൽ അത് നേരെ വന്ന് കൂട്ടിമുടിക്കില്ല. അത് ഗ്രൗണ്ടിൽ വന്നിട്ടാണ്, ഒരാൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കും, മറ്റയാൾ വന്നിട്ടാണ് ഇടിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സംഭവമാണ് ശരിക്കും ഉത്തരമായിട്ട് വരാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ അത് വായിക്കാണ്, ഇയാളുടെ മേലെ ആക്സിലറേഷൻ ബാക്കോട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇയാൾ നേരെ ഇങ്ങനെ മുമ്പോട്ടും കുറച്ച് കഴിഞ്ഞ് വന്നെന്താവും, ഇടിക്കും. ശരിക്കും ടൈം ഓഫ് കൊളീഷൻ 8 സെക്കൻഡാണ് വരേണ്ടത് അല്ലേ. പക്ഷേ ഇയാൾ എന്താ സംഭവിക്കുന്നത്, ഇയാളെ മേലെ ആക്സിലറേഷൻ ബാക്കോട്ടുള്ളതുകൊണ്ട് ഇയാൾ നേരെ പോയി 8 സെക്കൻഡ് മുമ്പായിട്ട് തന്നെ ഇയാൾ ഇവിടെ വന്ന് നിൽക്കും. നമുക്ക് ആ ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയായിരിക്കും, 2u/a ആയിരിക്കും. അതെങ്ങനെ സാർ, എടാ ഒരു പാർട്ടിക്കിൾ മേലോട്ട് u വെലോസിറ്റി g താഴോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്, 2u/g. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ബാക്കോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്, അപ്പോൾ 2u/a ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ 2u/a അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, 2 × 0.3 ഡിവൈഡഡ് ബൈ a എത്രയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇവിടെ 2. സോ ഇത് എത്ര കിട്ടി, ടൈം ഓഫ് ഫ്ലൈറ്റ് 0.3 സെക്കൻഡ് കിട്ടി. അതായത് നമ്മുടെ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇടിക്കുകയാണ്. എത്ര സെക്കൻഡിൽ, 0.3 സെക്കൻഡ് ആകുമ്പോൾ ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 0.3 സെക്കൻഡ് ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വേണം എന്താക്കാൻ, ഈ പാർട്ടിക്കിൾ വേണം എന്ത് ചെയ്യാൻ, ഇവിടെ വന്ന് ഇവിടെ നിന്നും ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇയാൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇയാളൊന്ന് ഇടിക്കേണ്ടത്. അത് ഇയാളെ ചുമതലയാണ്. അപ്പോൾ അതായിരിക്കും ടൈം ഓഫ് കൊളീഷൻ വരും. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് എത്ര സമയം എടുക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട് 0.2 മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ 4 മീറ്റർ കവർ ചെയ്യാൻ ഇയാൾക്ക് എത്ര സമയം എടുത്തു. സോ നമുക്ക് പറയാൻ പറ്റും, Δx = u Δt + a Δt²/2. ഞാൻ വലത്തോട്ടാണ് പോസിറ്റീവ് ആക്കിയത്. സോ ഈ ഇടത്തോട്ട് നെഗറ്റീവ് ആവും. സോ ഇയാൾ ഇടത്തോട്ടാണ് വരുന്നത്. സോ ഇത് ഇടത്തോട്ട് വരുന്നതുകൊണ്ട് -4 വിൽ ബി ഈക്വൽ ടു ഇടത്തോട്ട് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. സോ -0.2 × Δt ആണ് നമ്മൾ കാണേണ്ടത്, പ്ലസ് ആക്സിലറേഷൻ ഇടത്തോട്ട് -2. സോ ഇവിടെ -2 × സമയം എത്രയാണ്, അതാണ് നമ്മൾ കാണേണ്ടത്, Δt²/2. സോ അതായത് -4 = -0.2 Δt Δt². ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ Δt² + 0.2 Δt -4 വിൽ ബി ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ. ഇതിൽ നമുക്കറിയാം a എത്രയാണ് 1 ആണ്, b എത്രയാണ് 0.2 ആണ്, c എത്രയാണ് -4 ആണ്.
അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ ടി സിയിൽ -b+/-√(b²-4ac/2a) എന്ന് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ടി നിയർലി ഈക്വൽ ടു 2 മീറ്റർ എന്നായിരിക്കും. നിയർലി ഈക്വൽ ടു 2 മീറ്റർ എന്നായിരിക്കും. ക്വസ്റ്റ്യൻ ഇൻഡിജർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ നിയറസ്റ്റ് വാല്യൂ ആയിട്ട് വരാം 2 ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 2 മീറ്റർ ആയിട്ട് എഴുതുന്നത്. നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ മോഷൻ്റെ ഗ്രാവിറ്റിൻ്റെ കാര്യവും റിലേറ്റീവ് ആക്സസിൻ്റെ കാര്യവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇത് ജി അഡ്വാൻസ് 2014 ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ നമ്മൾ മോഷൻ പ്ലെയിന് സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു ഫോർ ലിസണിങ്.